ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി 2, 3, 4. 2, പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. 3, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 4, 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. 2, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി 2-ാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചു 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചു 1922. ബർദോളി സത്യാഗ്രഹം 1928. 3, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. 4, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകൾ ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി 2ഉം 4ഉം. 2, 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 4, മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. 5, താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി കാൺപൂർ നാനാ സാഹിബ്, ആറ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ, ബരൗട്ട് ഷാ അമൽ. 6, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് തെറ്റായവ, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1-ാം തീയതി പ്രവർത്തനം ആരംഭിച്ചു. 7, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ഓപ്ഷൻ എ ബസാൾട്ട്. 8, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. 9, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി സത്ലജ്. 10, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കൊടൈക്കനാൽ. 11, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഓപ്ഷൻ സി ലക്ഷദ്വീപ്. 12, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം? ഓപ്ഷൻ എ 107. 13, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1ഉം 2ഉം 4ഉം. 1, GDP നിരക്ക് വർദ്ധിച്ചു. 2, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു. 4, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. 14, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി തെറ്റാണ്. ശരിയായവ ലോക വ്യാപാര സംഘടന ജനീവ,
ലോക ബാങ്ക് വാഷിംഗ്ടൺ, അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ. 15 നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഓപ്ഷൻ എ നരേന്ദ്രമോദി. 16 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി പീച്ചി. 17 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 3, 4. 1 ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ M.S. സ്വാമിനാഥൻ ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. 3 ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. 4 ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. 18 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഓപ്ഷൻ എ 1950. 19 ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയായത്. 1 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 3 സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. 20 കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി കേരള സംസ്ഥാന ലോകായുക്ത. 21 ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും. 1 ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. 2 ഒരു നിയമം നിലവിൽ വരുന്നതിനു മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. 3 ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. 22 കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഓപ്ഷൻ എ നവകേരള സദസ്. നവകേരള കർമ്മ പദ്ധതി ഉൾപ്പെടുന്ന പദ്ധതികളാണ് ലൈഫ് മിഷൻ, ആർദ്ര മിഷൻ, ഹരിത കേരളം മിഷൻ. 23 ആനുപാതിക പ്രാതിനിധ്യം വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓപ്ഷൻ സി പ്രസ്താവന 3 തെറ്റാണ്. 1, 2 ശരിയാണ്. 1 ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. 2 ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. 24 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത്? ഓപ്ഷൻ സി കർത്തവ്യ പഥ്. 25 PSC ക്യാൻസൽഡ് ആണ്. 26 കേരളത്തെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി. 27 തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ എ 3 തെറ്റാണ്. 1, 2 ശരിയാണ്. 1 കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. 28 സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? PSC ക്യാൻസൽഡ് ആണ്. 29 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. 30 താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ സി
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് വനം, തൊഴിലാളി സംഘടനകൾ, വിദ്യാഭ്യാസം. 31. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഓപ്ഷൻ ഡി അറ്റോർണി ജനറൽ. 32. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഓപ്ഷൻ ഡി ഡിസ്ട്രോഫിൻ. 33. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. 34. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി. 35. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, CH4. 36. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? ഓപ്ഷൻ ഡി സത്യനാരായണ ബേളേരി. 37. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഓപ്ഷൻ സി അലുമിനിയം. 38. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ എ അൾട്രാവയലറ്റ്. 39. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ധ്രുവം. 40. ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 23, 2023. 41. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ഓപ്ഷൻ ബി ഐസോബാറുകൾ. 42. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം? ഓപ്ഷൻ സി നൈട്രജൻ. 43. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ NH3. 44. ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ഓപ്ഷൻ ഡി ഇൽമനൈറ്റ്. 45. ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പടയണി. 46. കിളികാലം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി പി വത്സല. 47. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം? ഓപ്ഷൻ ബി 7. 48. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക രചിച്ചത്? PSC ക്യാൻസൽഡ് ആണ്. 49. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക് ക്രാന്തി എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ സി വി ഷിനിലാൽ. 50. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത്? ഓപ്ഷൻ ഡി റോജിൻ തോമസ്. 61. Complete the clause suitably. If I had attended the wedding, I dash. Option A could have met him. 62. Identify the correctly spelled word from the following. Option C 63. Filling the blanks using appropriate phrasal verb. The match has been dashed due to bad weather. Option B called off. 64. Use the correct tense form. He usually dash to office by bus. Option C goes. He usually goes to office by bus. 65. Filling the blanks using the correct verb. The cutlery I bought yesterday dash quite expensive. Option D is. 66. Which among the following is an adjective? Option B mundane. 67. Change into passive voice. Someone has asked John to make a speech at the meeting. Option C John has been asked to make a speech at the meeting by someone.
68. Pick out the word from the options which means to swear falsely. Option A, perjure. 60. Choose the appropriate question tag. Let's go for a movie. Dash. Option D, shall we. Which among the following is the synonym of the word pensive? Option A, contemplative. 71. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ, കൈയെഴുത്ത്. 72. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, നെല്ല് പ്ലസ് മണി. 73. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ, വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഓപ്ഷൻ സി, അലിംഗ ബഹുവചനം. 75. പല്ലവപുടം വിഗ്രഹിക്കുക. ഓപ്ഷൻ ഡി, പല്ലവത്തിന്റെ പുടം. 76. സമാന പദം എഴുതുക. മഞ്ഞ്. ഓപ്ഷൻ ബി, പ്രാലേയം. 77. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? ഓപ്ഷൻ സി, ഏണം. ചേർത്തെഴുതുക. ച പ്ലസ് ഉന്നു. ക്യാൻസൽഡ് ആണ്. 79. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. 80. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി, കുപ്രസിദ്ധം.